തിരിച്ചു പോകുന്നു. ഈ മൺകുടം തിരികിടാത്തൊരു വിളക്കിന് മുമ്പിൽ ഞാൻ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം തന്നൊരാൾ. മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. അന്നീ മണപ്പുറത്ത് നീ ബലിയിടാനായിരിക്കുമ്പോ ഞാനും ഉണ്ടാവും. ഈ മൺകുടത്തിൽ അവശേഷിക്കുന്നത് ഇതേ പുഴയിലൊഴുക്കാൻ. ഏറെപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊന്തിയ രോമത്തിന് കൊള്ളുകയല്ലെന്റെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്തും ഡൽഹിയിലും ഒരുപാട് ഗ്നാപന്മാർ ശ്രമിച്ചു നോക്കിയതാ. നാസിക് റിസർവ് ബാങ്ക് നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തുകൊണ്ടുവന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. വരണം ഇന്ത്യയുടൻ. പവിത്രനെ തിരക്കി താനിവിടെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറെ കാലമായി കൈയും കാലും ഒക്കെ നിവർത്തിയിട്ട്. നീയാണ് എന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ചെന്ന് അറിഞ്ഞ തൊട്ട് ഞാൻ ഓങ്ങിയിരിക്കുകയായിരുന്നു ഒന്ന് പേഴ്സണലായിട്ട് കാണാൻ. ഞാൻ നിന്നെ ട്രാൻസ്ഫർ ചെയ്യിച്ചത് സ്ഥലം DYSP ആയിട്ടാണല്ലോ. നീ എന്ന് മുതലാ മണപ്പള്ളി പൗത്രന്റെ ഫാക്ടറിയിലെ വാച്ച്മാനായത്? മണപ്പള്ളി പൗത്രന്റെ കൂടെ വാച്ച്മാനായും ബോഡി ഗാർഡായും ഞാൻ എന്നും ഉണ്ടാവും. വേണം മോനെ ദിനേശ, നീ ആദ്യം ഇത് പിടിക്ക പേഴ്സണലായിട്ട്. നീയാണ് ശരി, നീ മാത്രം. ഇന്ദുകല മുടിയിൽ ചൂടിയ മഹേശ്വരന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിന്റെ കാലിലൊന്ന് തൊട്ടോട്ടെ? ശിവനെ, ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ചോദിക്കാണ്ടിരുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ ഏതാണ്ട് നമ്മുടെ ആദ്യഘട്ടത്തിന്റെ ഫിനാലയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുമ്പോ ചോദിക്കാണ്ട് നിവർത്തിയില്ല. ഏറ്റവും കൂടുതൽ ഈ പെർഫോമൻസ് ഇപ്പൊ ഈ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻജോയ് ചെയ്ത് അതിന്റെ പീക്കിലെത്തി ഇമോഷണലായി കരഞ്ഞു. എന്താണ് സുരാജ് ഏട്ടാ, പറയൂ. അത് എന്താ പറയുന്ന ഒരു കലാകാരൻ ആ സംഭവത്തിന്റെ പീക്കിലേക്ക് എത്തുമ്പോൾ സ്പോട്ട് ഡബ് ചെയ്തത്, ഒന്ന് ആ സീൻ അങ്ങനത്തെ അവസ്ഥയിലുള്ള സീനാണ്. 2 അത് അതിഗംഭീരമായിട്ട്, അത് ലിപ്സിങ്കും ആ ഇമോഷൻ. പലരും ചിലപ്പോൾ ഇപ്പോൾ എൻ്റെതൊക്കെ ഡബ് ചെയ്ത സമയത്ത് പിന്നെ ആ ഇമോഷൻ അവർ കൊണ്ടുവന്നിട്ടില്ല, വെറുതെ ആ ലിപ്പ് മാത്രം സിങ്ക് ചെയ്ത് പോകുന്നു. ഇതില് അദ്ദേഹം ആ ഇമോഷനും അതിൻ്റെ പീക്കിലെത്തുക എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ആ സമയത്ത് നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് അതിൻ്റെ സന്തോഷം, ആ കലാകാരൻ അങ്ങനെ ചെയ്യാം, അതിൻ്റെ സന്തോഷം വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. കാരണം അത് ആനന്ദ കണ്ണീരാണ്, അല്ലാതെ അയ്യോ ഇവ ഇത് ചെയ്ത് അങ്ങനെയല്ല. അത് അയാളുടെ മിടുക്കാണ്. എന്നെ അത്രയും ഫീൽ ചെയ്യിപ്പിച്ചെങ്കിൽ അത് ആ ചിറയൻകീഴിലുള്ള നമ്മുടെ ശ്യാമിൻ്റെ മിടുക്ക് തന്നെയാണ്. അദ്ദേഹം ഒരു ഉഗ്രം കലാകാരനാണ്. കാര്യം ഒരുപാട് സാധനം ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആദ്യത്തെ പെർഫോമൻസ് വന്നിട്ട് അക്കരയിലെ ആ സീൻ റീക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പും ഇല്ല, ഉടനെ തന്നെ സ്പോട്ട് ഡബിങ്ങിന് ഇവിടെ വന്നിട്ട്. അപ്പം അത്രയും ബൈഹാർട്ട് ചെയ്ത് വെക്കുക, ആ ലിപ് സിങ്ക്, പിന്നെ ആ ഇമോഷൻ വിടാതെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗത്യം എന്ന് വെച്ചാൽ അവിടെ എത്തിക്കുക, അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആ കലാകാരൻ്റെ മിടുക്ക് തന്നെയാണ്, കഴിവാണ്. അങ്ങേയറ്റം ഞാൻ താങ്കളെ കുമ്പിടുന്നു. ഉഗ്രനായിരുന്നു ചേട്ടാ. അതുപോലെ തന്നെ ഇത് നരസിംഹം ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. നരസിംഹം ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ മമ്മൂക്കയുടെ സൗണ്ട് ഉണ്ട്. ശ്യാം ഇതുവരെ എൻ്റെ കൂടെ ഒരു വേദിയിലും മമ്മൂക്ക എടുത്ത് ഞാൻ കേട്ടിട്ടില്ല. ഇതിനു വേണ്ടി തന്നെ പഠിച്ചതാണ്. ഉഗ്രം. മമ്മൂക്കൊക്കെ എന്താ ഭയങ്കര ഒറിജിനാലിറ്റി. ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓ മൈ ഗോഡ്, യു ആർ ടോട്ടലി ബ്ലെസ്ഡ്. അല്ലാതെ എനിക്കൊന്നും പറയില്ല. കിട്ടില്ല, ഞെട്ടിച്ചു കളഞ്ഞു.